ഈ ട്രാൻസ്ഷിപ്മെന്റ് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പല വേദികളിൽ ഞങ്ങൾ ഉന്നയിച്ചു. അന്നേരമൊക്കെ ഞങ്ങളെ കൊച്ചിക്ക് വിരുദ്ധർ, തിരുവനന്തപുരത്തുകാരെല്ലാം കൊച്ചിയുടെ എതിരാളികളാണെന്നുള്ള മുദ്ര കുത്തപ്പെട്ടു. പക്ഷെ ഇന്ന് എന്ത് സംഭവിച്ചു? ഇന്ന് അത് ഏറ്റെടുത്തവന് ഇത് ആവശ്യമില്ലാത്ത ഒരു വേസ്റ്റായി മാറി വല്ലാർപാട്. അപ്പൊ അതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കണം, സാധ്യതകളെ ഉപയോഗിക്കാതിരിക്കുക, സാധ്യതകൾ ഇല്ലാത്തത് ഉപയോഗപ്പെടുത്തുക, ആകെപ്പാടെ നമ്മളെ ഒരു വിഷമസന്ധിയിൽ ഇട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ പദ്ധതിയെ കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ ഭാവിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ, തമിഴ്നാട്ടിനെ, കർണാടകയെ, മറ്റ് സംസ്ഥാനങ്ങളെ, അവിടുത്തെ ജനവിഭാഗത്തെ, അവരുടെ തൊഴിലില്ലായ്മയെ, അവരുടെ കാർഷിക ഉൽപ്പന്നത്തിന് ന്യായമായ വില കിട്ടുന്നത്, ആ കാർഷികോൽപ്പന്നങ്ങൾക്ക് വാല്യൂ അഡീഷൻ നടത്താൻ കഴിയുന്നത്, ആ വാല്യൂ അഡീഷൻ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയുന്നത്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് കോമ്പറ്റീറ്റീവ്നെസ് കൂട്ടുന്നത് തുടങ്ങി ഒരു വലിയ സാമ്പത്തിക വിപ്ലവത്തിന് നാന്ദി കുറിക്കുന്നതാണ് വിഴിഞ്ഞ പദ്ധതി എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പദ്ധതി ഒരു പക്ഷേ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്റെ